നിങ്ങൾ റെപ്റ്റീലിയൻ കോൺസ്പിറസി തിയറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉരക മനുഷ്യൻ അഥവാ ലിസേഡ് പീപ്പിൾ ഇതൊരു കോൺസ്പിറസി തിയറിയാണ്. 2.4 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഐസ് ഏജ് കാലഘട്ടം എന്ന് നമുക്കറിയാം. ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഫോസിൽ എന്നത് 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള സൈനോ ബാക്ടീരിയയുടെ ഫോസിലാണ്, ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇതിനു മുമ്പ് ഭൂമിയിൽ ജീവികൾ ഇല്ലായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒരു ജീവി ഭൂമിയിൽ ഉണ്ടാകാൻ ഇതിന് പൂർവികർ വേണം. ഇതിനു മുമ്പ് വേറൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി നമ്മൾ വിശദകരമായി ചർച്ച ചെയ്തതാണ്. എന്നാൽ അന്ന് ജീവിച്ചിരുന്ന ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കും അവയുടെ ഫോസിലുകൾ വഴി. എന്നാൽ അതിനു മുമ്പ് ജീവിച്ചിരുന്ന ജീവികളെ പറ്റിയോ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയാം ഏകദേശം റെയറായി മാത്രം നടക്കുന്ന പ്രക്രിയയാണ് ഫോസിലൈസേഷൻ. ഒരു ജീവിയുടെ ഉള്ളിൽ ഓക്സിജൻ ഇല്ലാതെ മാറുകയും ആ ജീവി കല്ലുകൾ രൂപപ്പെടുന്ന പ്രക്രിയയിൽ പെട്ടാൽ മാത്രമേ ഫോസിലാകുകയുള്ളൂ. ഇതിന്റെ പിന്നിൽ ഒരു തിയറിയുണ്ട്. 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനേക്കാളും ഇന്റലിജന്റ് ആയ റെപ്റ്റൈൽസ്, അതായത് ഉരക മനുഷ്യന്മാർ ജീവിച്ചിരുന്നെന്നും അവർ വന്നത് ഭൂമിയുടെ പുറത്തുള്ള ഒരു ഗ്രഹത്തിൽ നിന്നാണെന്നും അവരുടെ അഡ്വാൻസ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അവർ ഭൂമിയെ അടക്കി വാണിരുന്നെന്നുമാണ് ഈ തിയറിക്ക് പുറകിലുള്ള കഥ. എന്നാൽ ഗവേഷകർക്ക് ഇത്തരത്തിലുള്ള കഥകൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവർ ഭൂമിക്ക് വന്ന ചേഞ്ചസ്, അതായത് സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ നിന്നും വാതക നിക്ഷേപങ്ങൾ മൂലം ഭൂമി മലിനപ്പെടുകയും ഒരു ചിന്ന ഗ്രഹം ഭൂമിയിൽ തട്ടുകയും അന്നുണ്ടായിരുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമാണ് ഒരു കൂട്ടം ജീവികളുടെ വംശനാശം വന്നത് എന്നാണ്. എന്നാൽ റെപ്റ്റൈൽസ് തിയറി വെച്ച് ഇന്നത്തെ മനുഷ്യൻ്റേതുപോലെ തന്നെ ഉരക മനുഷ്യന്മാരുടെ എക്സ്ട്രീം സിവിലൈസേഷൻ കാരണമാണ് ഈ മൃഗങ്ങൾ കൂട്ടനാശം വന്നത് എന്നാണ്. അതിൽ ഉരക മനുഷ്യന്മാരും മരിച്ചുവെന്നും അതിൽ കുറച്ചുപേർ ഇന്നും ജീവനോടെ ഉണ്ടെന്നുമാണ് 2018 അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റായ ആഡം ഫ്രാങ്കോ നാസയുടെ ഗോറാഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായ ഗാവിൻ സ്മിത്തും ചേർന്ന് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ആസ്ട്രോബയോളജിയിൽ ഒരു സയന്റിഫിക് പേപ്പർ പ്രസിദ്ധീകരിച്ചതാണ്. ഈ വാദം ഇത് അറിയപ്പെടുന്നത് സിലോറിയൻ ഹൈപ്പോതെസിസ്. ഇത് ചുറ്റിപ്പറ്റി നടക്കുന്ന വേറെയും കുറച്ച് തിയറിയുണ്ട്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു രഹസ്യ സംഘടനയാണ് ഇലുമിനാറ്റി. ഈ രഹസ്യ സംഘടനയെ വിശ്വസിക്കുന്നവർ 15 നില കെട്ടിടത്തിൽ നിന്ന് വീണാൽ പോലും ഒന്നും സംഭവിക്കില്ല എന്നതായിരുന്നു വിശ്വാസം. ലോകത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ഇവർ ആണെന്നാണ് നിഗൂഢ സിദ്ധാന്തക്കാർ പറയുന്നത്. ഇവരെ പോലെ തന്നെ ഭൂമിയിൽ നിയന്ത്രിക്കുന്ന മറ്റൊരു കൂട്ടരാണ് പല്ലി മനുഷ്യൻ, ഹ്യൂമേലിയൻ റെപ്റ്റൈൽസ്. ഇവർ ഇപ്പോഴും ഭൂമിയുടെ ഏതോ കോണിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുകയാണെന്നാണ് വിശ്വാസം. 1980 ഉരക മനുഷ്യന്മാരെ പറ്റി ലോകം ആദ്യം കേൾക്കുന്നത്. അന്ന് സൗത്ത് കരോലിനയിലെ ക്രിസ്റ്റഫർ ഡേവിസ് എന്ന 17 വയസ്സുകാരനെ ഉരക മനുഷ്യൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു വാർത്തകൾ. ഏകദേശം 7 അടി നീളവും ദേഹം മുഴുവൻ ശൽക്കങ്ങളും ചുവന്ന് തിളങ്ങുന്ന കണ്ണുകളുമാണെന്നാണ് പറയുന്നത്. പിന്നീട് പലരും പല്ലി മനുഷ്യനെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തതോടുകൂടി ഉരക മനുഷ്യർ സൗത്ത് കരോലിനക്കാരുടെ പേടി സ്വപ്നമായി മാറുകയാണ് ചെയ്തത്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ അൽ ഉബൈദ എന്ന പുരാവസ്തു കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച തെളിവ് ഉരക മനുഷ്യർ ലോകത്തുണ്ടായിരുന്നുവെന്ന് സംശയം ജനിപ്പിക്കുന്നതാണ്. ലോകത്തിലെ നാഗരികതയുടെ തുടക്കം തന്നെ പുരാതന ഇറാഖിലെ മെസ്സപ്പൊട്ടാമിയയിൽ നിന്നാണ്. സുമേറിയ നാഗരികതയാണ് ഇതിന് തെളിവായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. 1919 പുരാവസ്തു ഗവേഷകർ അൽ ഉബൈദ് പ്രദേശത്ത് ഉത്ഖനനത്തിൽ കണ്ടെത്തിയത് കുറെ കളിമൺ പ്രതിമകളായിരുന്നു. ആ കൂട്ടത്തിലാണ് പല്ലിയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള 7000 വർഷം പഴക്കമുള്ള പ്രതിമകൾ കണ്ടെത്തുന്നത്. പെൺപ്രതിമകളായിരുന്നു അതിൽ കൂടുതലും. ഇവ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്രതിമകളാണെങ്കിൽ പുരാതന ഈജിപ്തിലേതുപോലുള്ള ദൈവങ്ങളാണെന്ന് പറയാമായിരുന്നു. എന്നാൽ ഇതിൽ പകുതിയും സ്ത്രീകളും കുട്ടികൾക്ക് പാലൂട്ടുന്നതും പോലുള്ള പ്രതിമയാണ്. അതുകൊണ്ട് എന്നാൽ ഈ നാഗരികതയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളാകാനാണ് സാധ്യത കൂടുതൽ. ഈ സാധ്യത ഉരക മനുഷ്യൻ ഭൂമിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ജനിപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ പല്ലി മനുഷ്യൻ എവിടെ നിന്ന് വന്നുവെന്ന് ഒരു രേഖകളും സുവേറിയൻ രേഖകളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ചില തിയറികൾ വെച്ച് ഐസേജ് കാലഘട്ടങ്ങളുടെ അവസാനം ഉരക മനുഷ്യർ ഗുഹകളിലേക്ക് മാറാനും ചില ഉരക മനുഷ്യന്മാർ അന്ന് നിലവിലുണ്ടായിരുന്ന മനുഷ്യന്മാരും ഉരക മനുഷ്യനും ക്രോസ് ബ്രീഡ് നടത്തി ഹൈബ്രിഡ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചു എന്നാണ് കഥകൾ. അവർ ഇലോൺ മസ്ക് ആണെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. ഇവർ മനുഷ്യരുടെ രൂപത്തിലേക്ക് മാറി ഇപ്പോഴും സാധാ മനുഷ്യരെ പോലെ ജീവിക്കുന്നുണ്ടെന്നും പറയുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.